ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്നും ചോറ് കഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ കൊച്ചുങ്ങൾക്കായാലും ഇത്തിരി മടിയുള്ള കാര്യമാണ്. അപ്പോൾ ചോറ് തന്നെ നമുക്ക് ഒരു ടൊമാറ്റോ ഫ്രൈഡ് റൈസ് ആയിട്ട് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കോക്കനട്ട് ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അത് ശരിയാവുന്നവരേക്കും നമുക്ക് ഒരു എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വയ്ക്കുക, ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക, എന്നിട്ട് 2 എഗ്ഗോ ആവശ്യത്തിനുള്ള എഗ്ഗ് എടുക്കുക, കുറച്ച് ഉപ്പിടുക, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത്, അതായത് വിട്ട് കിട്ടുന്ന ഒരു പരുവമായിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ എഗ് സ്ക്രാമ്പിളിങ് ചെയ്തതിൻ്റെ അവസാനം ആവുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു പരുവത്തിലേക്കാണ് കിട്ടുക. അപ്പോൾ ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. ഇത് അരി നമുക്ക് ഈ ഒരു പരുവത്തിലാവുന്ന വരെ എടുക്കുക, അധികം വെന്ത് പോകരുത്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ക്യാരറ്റ്, ക്യാബേജ്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ മല്ലിയില, പിന്നെ കുറച്ച് ബീൻസ് കൂടെ. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റാണ്. ചിക്കൻ ബ്രസ്റ്റ് ആദ്യം വേവിച്ച് പിന്നെ ഇതുപോലെ കുരുന്ന് എരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ആ ചിക്കൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കുക. നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, കരിയാതെ സൂക്ഷിക്കണം. പിന്നെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്പീഡിൽ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്, പക്ഷെ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജ് ആവശ്യത്തിന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് ബാലൻസ് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ക്യാബേജൊക്കെ ആയാലും വേവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി നമുക്ക്. ഫ്രൈഡ് റൈസിന് അതാണല്ലോ ആവശ്യമുള്ളത്. നെക്സ്റ്റ് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ജസ്റ്റ് എല്ലാം ഒന്ന് ജസ്റ്റ് വാടി വരുന്ന പരുവത്തിൽ ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ബീൻസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് പിന്നെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു പരുവത്തിലായിരിക്കും കിട്ടുക. ഇനി നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന റൈസ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ റൈസ് ആഡ് ചെയ്യുമ്പോൾ ഇളക്കി യോജിപ്പിക്കലാണ് ഇതിൻ്റെ മെയിൻ കാര്യം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൈസ് എപ്പോഴും വിട്ടിരിക്കുന്ന പരുവത്തിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അതുപോലെ തന്നെ ഇളക്കി കഴിഞ്ഞാൽ എല്ലാ ഇൻഗ്രീഡിയൻസും റൈസിൽ ചേർന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ നിർത്താൻ പാടുള്ളൂ. പിന്നെ ഉടച്ച് കളയരുത് ഒരിക്കലും, റൈസ് ഉടക്കരുത്. നമുക്ക് ആ ഒരു പരുവത്തിൽ വേണം റൈസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയായിരിക്കും മിക്സ് ചെയ്ത ആ ഒരു റൈസ് കിട്ടുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒറിജിനൽ ടൊമാറ്റോ ആയാലും ഒരു പേസ്റ്റാക്കി യൂസ് ചെയ്യാവുന്നതാണ്, പക്ഷെ കുറച്ച് എളുപ്പത്തിന് ഞാൻ അങ്ങനെ എടുത്തു. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുക. അപ്പോഴത്തേനും ഇങ്ങനെ ഒരു കാര്യം റെഡിയായി കാണും. ഇനി കുരുമുളക് പൊടി ആവശ്യമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം, പിന്നെ ആവശ്യത്തിന് സോൾട്ടും. അപ്പോൾ ബൈ.